എങ്ങനെയുണ്ടായിരുന്നു? ശരിക്കും സൂപ്പറാ. വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒരു ചെറിയ പരിപാടിയിലാണ് കേട്ടോ ഇന്ന് ഞാൻ. അപ്പോൾ അവർക്ക് ഇഷ്ടമായേ. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. കുറച്ച് ദിവസമായി പറയുന്നത് സിപ്പപ്പോ ഐസോ ഐസ്ക്രീമോ എന്തൊക്കെ ഒന്നും ഉണ്ടാക്കാമെന്ന്. അപ്പം ഞാനും വിചാരിച്ചു വെക്കേഷൻ കഴിയാനായി ആഗ്രഹം നടത്താണ്ട് പോകണ്ട. അപ്പം എനക്ക് അറിയുന്ന രീതിയിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും എളുപ്പമായിട്ടുള്ള പണിയാണ്. അധികം സമയം വേണ്ട, അധികം സാധനങ്ങൾ വേണ്ട, അങ്ങനെയുള്ള പണികളും ഇല്ല. ഞാൻ പല ഐറ്റം ഉണ്ടാക്കുന്നത് മെനക്കേടില്ലാത്ത പണികളുള്ള സാധനങ്ങളാണ് കേട്ടോ. അധികം അടുക്കളയിൽ നിന്ന് മടുപ്പിക്കാണ്ട് വേഗം ചെയ്ത് തീർക്കാൻ പറ്റിയത് മാത്രം. അപ്പൊ നമുക്ക് തുടങ്ങാല്ലേ. ഞാനൊരു നോൺ സ്റ്റിക് പാനാണ് എടുത്തത്. ഞാൻ പാലങ്ങോട്ട് എടുത്തു. പാലാണ് നമ്മുടെ മെയിൻ ഐറ്റം. ഞാൻ 1.5 ഗ്ലാസ് പാലാണ് എടുത്തത്. നിങ്ങൾക്ക് എത്ര ഉണ്ടാക്കേണ്ട അതിനനുസരിച്ചിട്ട് വേണം പാലെടുക്കാൻ. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടു. ഞാൻ 3 സ്പൂണാണ് ഇട്ടിട്ടിന്. നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ് ഇട്ടിടേണ്ടത്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് വേണം ഇടാൻ, എൻ്റെ മധുരത്തിനല്ല. പിന്നെ അതിന് ശേഷം ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. നോർമൽ വാട്ടറാണ് കേട്ടോ ഒഴിച്ചത്. ചൂടുവെള്ളം ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഒരു ബൗളിൽ ഞാൻ കസ്റ്റർഡ് പൗഡറും കൂടി എടുത്തു. അത് പിടിയെന്ന് വാങ്ങിക്കാൻ കിട്ടും, അത്ര ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ എൻ്റെ ബാക്കി കുറച്ച് പാലും കൂടി എടുത്ത് വെച്ചിരുന്നു. ഒരു 1/4 ഗ്ലാസ് പാൽ. പാത്രത്തിന് സ്റ്റൈൽ ഇട്ടിട്ട് നോക്കാൻ. പാല് കാച്ചിയ പാത്രമാണ് കേട്ടോ. അധികം പാത്രം ഒന്നും പിറക്കാൻ നിന്നില്ല. ഞാൻ അതിനകത്ത് തന്നെ ഉണ്ടാക്കാൻ തുടങ്ങി. ആ പാലിനകത്തേക്ക് നമുക്ക് കുറച്ച് കസ്റ്റർഡ് പൗഡർ എടുത്ത് വെച്ചിട്ടില്ലേ അതും കൂടെ മിക്സ് ചെയ്തിട്ട് വെക്കുക. ഇത് ഒഴിക്കാനായില്ല, കലക്കി വെക്കുന്നതേ ഉള്ളൂ. കലക്കിയാലും കുറച്ച് കഴിഞ്ഞാൽ അടുക്കി പിടിച്ച പോലെ ഉണ്ടാവും. എന്നാലും ഒന്നും കൂടി ഇളക്കിയാൽ മതി. വേറെ പണിയൊന്നും ഇല്ലല്ലോ നമുക്കല്ലേ. അപ്പം നമുക്ക് പാലിൻ്റെ അവസ്ഥ നോക്കാം. ഈ സമയം നമ്മൾ പാലിനെ മറന്നു പോകരുത്. കാരണം പാല് തിളച്ച് അടിക്ക് പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അങ്ങനെ അടിക്കൊന്നും പിടിക്കൂല. എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. വേറെ പാത്രമാണെങ്കിൽ അടിക്ക് പിടിക്കുവേ. അപ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ച ക്യാരറ്റും കൂടി ഇടുന്നുണ്ട്. ഇരിക്കട്ടെ ഒരു സ്റ്റൈലിൽ നിന്ന് വെച്ചിട്ടിട്ടേ. ഇതൊന്നും ഇല്ലാണ്ടാണെങ്കിലും അടിപൊളിയായിരിക്കും കേട്ടോ. മക്കളോട് ചോദിച്ചാൽ ക്യാരറ്റ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം ഞാനും കുറച്ച് ചിരണ്ടി ഇട്ട് അങ്ങനെയെങ്കിലും കുറച്ച് അങ്ങനെ അകത്ത് എടുത്തട്ടെ. അത് വെച്ചിട്ടുള്ള ഫ്രൂട്ട്സ് വെച്ച് കൊടുത്തിട്ടുണ്ടാട്ടാ. ക്യാരറ്റ് അവിടെ കിടന്ന് വേണേ. വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പരിപാടി കസ്റ്റാർഡ് പൗഡർ കലക്കി വെച്ച പാല് ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇനി നമ്മൾ കൈവിടാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. ഇനി ഇതിങ്ങനെ ടൈറ്റായിട്ട് വരും. ഈ സമയം മധുരം കുറവാണെങ്കിൽ മധുരം ഇടുക കേട്ടോ. അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ. ഇനി ഇളക്കിക്കൊണ്ട് നിൽക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ട് നിൽക്കുക. എങ്ങനെ ഇളക്കിക്കോളൂ. കുറച്ച് ടൈറ്റ് ആകുന്നവരെ ഇളക്കണം. ഏകദേശം ഒരു പരുവായി കഴിഞ്ഞാൽ ഞാനിപ്പോൾ വാനില എസൻസ് എടുത്ത് ബട്ടർ സ്കോച്ചോ വേറെ എന്തെങ്കിലും എസൻസ് വേണ്ടി എടുക്കാം. അതും കൂടെ ഇതിനകത്തേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം ഇളക്കി ഈ ഒരു അവസ്ഥയിലാവണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഒരു കാര്യം കൂടെ, നട്ട്സ് എന്തെങ്കിലും ഇടുന്ന ആൾക്കാരുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്തയോ ഈ സമയത്ത് ഈച്ച് വെക്കുന്ന ഈ സമയത്ത് ഇടാൻ കേട്ടോ. അങ്ങ് കഴിക്കട്ടെ എന്നേ. അത് കഴിഞ്ഞ് തഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഒരു ഐസ്ക്രീം ബൗളിലേക്ക് കേട്ടോ ഞാൻ മാറ്റിയത്. ഐസ്ക്രീം കഴിച്ചിട്ട് നമ്മൾ ഈ കപ്പൊന്നും കളയാറില്ല. അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടാവും. അതിനകത്തേക്ക് കേട്ടോ ഞാനിന്ന് വയ്ക്കുന്നത്. ഇത് കൂടുതൽ പാലൈസ് പോലെ തിന്നാനാണ് ഭയങ്കര ടേസ്റ്റ്. അല്ലെ സിപ്പപ്പ് പോലെ കഴിക്കാനാണ് ഇതിലും ടേസ്റ്റ്. ചോക്കോബാറിന്റെ ഫ്രെയിമുകൾ അച്ചുകളിൽ നമുക്ക് മാളിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുമല്ലോ. വാങ്ങിയിരുന്നു, പക്ഷെ ഇവിടെ വെച്ചെന്ന് ഓർമ്മയില്ല. അത് പരതി എടുക്കാനുള്ള സമയം ഇപ്പം ഇല്ല. അപ്പൊ ആൾക്കാർ പാത്രം വരെ തുടച്ചിട്ട് സൂപ്പർ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് കയറ്റി വെക്കുന്നുണ്ട്. ഇതിന് സ്റ്റിക്ക് വെച്ചിട്ട് വേണ്ടിക്ക് അങ്ങനെ ഐസാക്കാം. ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ സ്ട്രീറ്റ് ഗ്ലാസ് ഉണ്ടാവല്ലോ, അതിൻ്റെ അകത്തേക്ക് ഈ സാധനം വെച്ചിട്ട് ഒരു സ്റ്റിക്ക് കുത്തി വെച്ചാൽ മതി. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കഴിക്കുന്നത്. എങ്ങനെ വേണിക്കും കഴിക്കാം. ഐസ് രൂപത്തിലോ സിപ്പപ്പ് രൂപത്തിലോ ചോക്കോബാർ രൂപത്തിലോ ഇങ്ങനെയോ എങ്ങനെ വേണിക്കും കഴിക്കാം. അത് നിങ്ങളിഷ്ടം. മാക്സിമം ഒരു 3 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. 4 കുഴപ്പമില്ല. ഞാൻ പക്ഷെ പിറ്റേന്നാണ് എടുത്തത്. ഞാൻ ഇതാക്കി വരെ വൈകുന്നേരം. അപ്പോൾ രാത്രി കൊടുത്തു കഴിഞ്ഞാൽ തണുപ്പിൻ്റെ അസുഖമുള്ള കുട്ടികളാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വെച്ച് ഉച്ചക്ക് കൊടുക്കാം. അതുകൊണ്ട് പിറ്റേന്ന് ഉച്ചക്കാണ് ഞാൻ ഇതെടുത്തത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ സാധനം ഞാൻ ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ മോൻ്റെ അഭിപ്രായം ഇതൊന്ന് എന്താ പറയണ്ടേ ചോക്കോബാർ രൂപത്തിൽ ഈമ്പി കഴിക്കുന്നതാണ് രസം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉദ്ഘാടനം ഞാൻ തന്നെയാണ് കേട്ടോ, വേറെ ആരും വന്നിട്ടില്ല. അവരൊക്കെ വരുന്നതിന് മുമ്പ് ഒന്ന് ഉദ്ഘടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഉദ്ഘടിച്ചാണ്. അപ്പോൾ സംഭവം കിട്ടു ടേസ്റ്റാണ്. ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. അടിപൊളി ടേസ്റ്റാണ്. കണ്ടോ, ഞാൻ നല്ല തിന്ന് നോക്കിയിട്ട് നല്ല അഭിപ്രായം പറയുന്നുണ്ടോ. ഞാൻ വെറുതെ പറഞ്ഞല്ല കേട്ടോ, ടേസ്റ്റ് സൂപ്പറാണ്. ഞാൻ ഫ്ലോപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഫ്ലോപ്പായി തന്നെ പറയും. ടേസ്റ്റ് അടിപൊളിയാണ്. ഫ്ലോപ്പ് ആയത് ഒരു ചെറിയ കാര്യമാണ്. കാരണം ഇത് സ്റ്റിക്ക് വെച്ചിട്ട് ഈമ്പി കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. അല്ലെങ്കിൽ സിപ്പപ്പിലാക്കി കഴിക്കുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ. ഈ ഒരു പാത്രത്തിലാകുമ്പോൾ സ്പൂണോട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ചിരണ്ടി എടുക്കാനും കുറച്ചൊരു ഇതുണ്ട്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് സൂപ്പറായത്. അല്ലെങ്കിൽ വലിയ പാത്രത്തിൽ ആക്കിയിട്ട് ഇങ്ങനെ കയ്യിലോണ്ട് കോരി എടുത്തിട്ടാണെങ്കിൽ ഐസിൻ്റെ ഇതുപോലെ തന്നെ വരും. ഞാൻ പിന്നെ അങ്ങനെ റിസ്ക് എടുത്തിട്ടില്ല. അപ്പോൾ എന്തായാലും മക്കൾക്ക് ഇഷ്ടപ്പെട്ടിന് കേട്ടോ. പിന്നെ അവരിഷ്ടമാണല്ലോ നമുക്ക് വലുത്. അവർക്ക് വേണ്ടിയാണല്ലോ നമ്മളിത് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങളും നിങ്ങളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. അടിപൊളി സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.